മുതിർന്ന മാധ്യമപ്രവർത്തകരായ കരൺ ഥാപ്പർ, സിദ്ധാർത്ഥ് വരദരാജൻ എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. അസം പോലീസിന്റേതാണ് നടപടി. ക്രിമിനൽ ഗൂഢാലോചന, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തകർക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 22-ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വസ്തുതകളും സാഹചര്യങ്ങളും നിങ്ങളിൽ നിന്ന് അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഈ സമൻസ് നൽകുന്നത് എന്ന് ഇരുവർക്കും അയച്ച ഒരേ സ്വഭാവത്തിലുള്ള നോട്ടീസിൽ പറയുന്നു. അതേസമയം ഏത് കേസിനെ കുറിച്ചാണെന്ന വിവരങ്ങൾ പോലീസിൽ നിന്ന് കൂടുതൽ ലഭ്യമായിട്ടില്ല. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമുണ്ടായിട്ടില്ല. വരദരാജന് ഓഗസ്റ്റ് 14-നും ഥാപ്പറിന് തിങ്കളാഴ്ചയുമാണ് നോട്ടീസ് ലഭിച്ചത്. ഈ നോട്ടീസിലെ വ്യവസ്ഥകൾ അനുസരിക്കാതിരുന്നാൽ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും നോട്ടീസിൽ സൂചിപ്പിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ സമർജ്യോതി റേയാണ് നോട്ടീസ് പുറപ്പെടുവിച്ചത്. നേരത്തെ BJP വിമർശകരായ ദി വയർ വാർത്താ പോർട്ടലിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ കേസിൽ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ തടഞ്ഞ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് പുറത്തു വന്നിരുന്നു. BNS 152 പ്രകാരമുള്ള കേസിലാണ് വാർത്താ പോർട്ടലിന്റെ എഡിറ്റർ സിദ്ധാർത്ഥ് വരദരാജനെതിരെ അറസ്റ്റ് ഉൾപ്പെടെ പാടില്ലെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ്മല്യ ബാഗ്ചി എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടത്. വകുപ്പിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും അസം സർക്കാരിനും സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. അതേസമയം ചോദ്യം ചെയ്യലുണ്ടായാൽ സഹകരിക്കണം. വകുപ്പിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്യുന്ന കേസുകൾക്കൊപ്പം ദി വയറിന്റെ ഹർജിയും ബെഞ്ച് ടാഗ് ചെയ്തു. പാകിസ്ഥാൻ ഭീകരകേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന വാർത്തയുടെ പേരിലാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയുയർത്തിയെന്ന വാദമുന്നയിച്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മൂലം വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന ഇന്ത്യൻ പ്രതിരോധ അറ്റാഷയുടെ പ്രസ്താവന ഉദ്ധരിച്ചായിരുന്നു വാർത്ത. ഇന്തോനേഷ്യൻ സർവകലാശാല സംഘടിപ്പിച്ച സെമിനാറിന്റെ വസ്തുതാപരമായ റിപ്പോർട്ടും ഇന്തോനേഷ്യയിലെ ഇന്ത്യയുടെ സൈനിക അറ്റാഷെ ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകളും മാത്രമാണ് ലേഖനത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് ദ വയർ നൽകിയ ഹർജിയിൽ ഇങ്ങനെ പറയുന്നു. ഇതേ വിഷയം മറ്റു മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചുവെന്നും തങ്ങളെ മാത്രം ലക്ഷ്യമിട്ട് അറസ്റ്റിന് ഒരുങ്ങുന്നുവെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. സുപ്രീം കോടതി മരവിപ്പിച്ച IPC സെക്ഷൻ 124A വകുപ്പ് തന്നെയാണ് BNSൽ ഉൾപ്പെടുത്തിയ 152-ാം വകുപ്പെന്ന് ഹർജിക്കാർക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷക നിത്യ രാമകൃഷ്ണൻ പറഞ്ഞു. പരമാധികാരത്തിന് വ്യക്തമായ ഭീഷണിയുള്ളപ്പോൾ മാത്രമേ വകുപ്പ് ബാധകമാകൂവെന്ന് ബെഞ്ച് ഉറപ്പു നൽകുകയും ചെയ്തു.